ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ശരി, അടിപൊളിയായിട്ട് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീന് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് അതിൻ്റെ മേലത്തെ നാര് പുറത്ത് അതൊക്കെ എടുത്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ ഒരു തക്കാളി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അടുപ്പിൽ പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട്. ഇനി അതൊന്ന് വഴറ്റി അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇടുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇനി ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ്, ചെറുതാക്കി അരിഞ്ഞെടുത്ത തക്കാളിയാണ്. ഇനി ഈ തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ല കുഴമ്പ് രൂപത്തിൽ വരുന്ന മാതിരി നല്ലോണം വഴറ്റി കൊടുക്കുക. അത് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് 1 നിമിഷം നേരം മൂടി വയ്ക്കാം. ഇനി മൂടി തുറന്ന് നോക്കുമ്പോൾ നല്ലോണം അത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് അതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്കിനി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മേലെ ഒരു കറുത്ത നാരുണ്ടാവും, അത് പ്രത്യേകം എടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലർക്കും അത് വയറിന് പ്രോബ്ലം ഉണ്ടാവും, വയറുവേദനയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ പാകം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി മസാലയൊക്കെ ഈ ചെമ്മീനിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് 1 നിമിഷം നേരം മൂടി വെച്ച് കൊടുക്കാം. 1 നിമിഷം മൂടി വെച്ചാൽ മതി, അപ്പോഴേക്കും അത് വെന്ത് കിട്ടിക്കോളും. അപ്പം ഇനി മൂടി വയ്ക്കാം. 1 നിമിഷം ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഇനി റോസ്റ്റിന് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് അതും ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ഈ റോസ്റ്റിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിയുടെ വെള്ളമാണ്. കുറച്ച് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ 2 ടീസ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂട്ടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് കുറച്ച് കുറവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ റോസ്റ്റ് ചെയ്ത് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൊടുക്കാം. ഉള്ളി കാച്ചി ഒഴിക്കുന്നുണ്ട്. ഇത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാളയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ടേസ്റ്റ് കൂടുക. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാളയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. നിറം മാറുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പ്രോൺ റോസ്റ്റിലേക്ക് ഇട്ട് കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിലുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കാൻ മതി. അങ്ങനെ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചൂടുള്ള ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിച്ചാൽ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.